ഭാരതത്തിൻ്റെ പ്രാചീന ഭാഷയെന്ന് പറയുന്നത് സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ നിന്ന് പാലി ഉണ്ടായി. പാലിയിൽ നിന്ന് പ്രാകൃതത്തിൽ നിന്നാണ് അപഭ്രംശമുണ്ടായത്. അപഭ്രംശത്തിൽ നിന്ന് ഹിന്ദി. ഹിന്ദിക്ക് 5 ഉപഭാഷകളാണുള്ളത്. 1 പശ്ചിമി ഹിന്ദി, 2 പൂർവി ഹിന്ദി, 3 രാജസ്ഥാനി ഹിന്ദി, 4 ബിഹാരി ഹിന്ദി, 5 പഹാഡി ഹിന്ദി. ഇത്രയുമാണ് ഹിന്ദിയുടെ ഉപഭാഷകളെന്ന് പറയുന്നത്. ഹിന്ദിക്ക് 5 ഉപഭാഷകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, രാജസ്ഥാനി ഹിന്ദി, പഹാഡി ഹിന്ദി, ബിഹാരി ഹിന്ദി എന്നിവ. അവയിൽ പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി ഹിന്ദി, പഹാഡി ഹിന്ദി എന്നിവ ശൗർസേനി അപഭ്രംശത്തിൽ നിന്നാണ് ഉണ്ടായത്. ബിഹാരി ഹിന്ദി മാഗധി അപഭ്രംശത്തിൽ നിന്നും പൂർവി ഹിന്ദി അർദ്ധമാഗധി അപഭ്രംശത്തിൽ നിന്നുമാണ് ഉണ്ടായത്. ശൗർസേനി അപഭ്രംശത്തിൽ നിന്നാണ് പശ്ചിമി ഹിന്ദി ഉണ്ടായത്. പശ്ചിമി ഹിന്ദിയുടെ ബോലികളാണ് ഖടി ബോലി, ബ്രജഭാഷ, കനൗജി, ബുന്ദേലി, ബാങ്കരു. ഖടി ബോലിയെ കൗരവി എന്നും അറിയപ്പെടുന്നു. അതുപോലെ ബാങ്കരു ഹരിയാൺവി എന്ന പേരിലും അറിയപ്പെടുന്നു. ഖടി ബോലി ദില്ലി, മേറട്ട്, ബിജ്നൗർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സംസാരിച്ചിരുന്നത്. ബ്രജഭാഷ മധുര, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിലും. കനൗജി കനൗജിലും, ബുന്ദേലി ഉത്തർപ്രദേശിലും, അതുപോലെ ഛത്തർപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് സംസാരിച്ചിരുന്നത്. ബാങ്കരു അല്ലെങ്കിൽ ഹരിയാൺവി ഹരിയാനയിലാണ് സംസാരിച്ചിരുന്നത്. രാജസ്ഥാനി ഹിന്ദി ശൗർസേനി അപഭ്രംശത്തിൽ നിന്നാണ് ഉണ്ടായത്. രാജസ്ഥാനി ഹിന്ദിയുടെ ബോലികളെന്ന് പറയുന്നത് ജയ്പുരി, നിമാഡി, മാൽവി, മാർവാടി, ഭീലി എന്നിവയാണ്. പഹാഡി ഹിന്ദിയും ശൗർസേനി അപഭ്രംശത്തിൽ നിന്നാണ് ഉണ്ടായത്. പഹാഡി ഹിന്ദിയുടെ ബോലികളെന്ന് പറയുന്നത് കുല്ലൂയി, ഗഡ്വാലി, കുമാവൂനി എന്നിവയാണ്. പൂർവി ഹിന്ദി അർദ്ധമാഗധി അപഭ്രംശത്തിൽ നിന്നാണ് ഉണ്ടായത്. പൂർവി ഹിന്ദിയുടെ ബോലികൾ എന്ന് പറയുന്നത് അവധി, ബഘേലി, ഛത്തീസ്ഗഡി എന്നിവയാണ്. ബിഹാരി ഹിന്ദി മാഗധി അപഭ്രംശത്തിൽ നിന്നാണ് ഉണ്ടായത്. ബിഹാരി ഹിന്ദിയുടെ ബോലികൾ എന്ന് പറയുന്നത് ഭോജ്പുരി, മഗഹി, മൈഥിലി എന്നിവയാണ്.